ചില യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാതെ, ആ യാഥാർത്ഥ്യങ്ങളോട് മനസ്സുകൾ പൊരുത്തപ്പെടാതെ ഒരിക്കലും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ അടിസ്ഥാനപരമായ ഒരു സമാധാനത്തെ രൂപപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളത്. ആ പരിഹാരത്തിന്റെ പേരാണ് അൽ ഇസ്ലാം. ആ പരിഹാരത്തിന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ പരിഹാര മാർഗങ്ങൾ, മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിലൂടെയാണ്. ആ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ അത് വളരെ കൃത്യമായി ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും എന്താണോ കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും എന്താണോ വിരോധനങ്ങൾ, ആ വിരോധനങ്ങളിൽ നിന്ന് മനുഷ്യരാരൊക്കെ എവിടെയൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടോ അവിടെ മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഇസ്ലാം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ പരിഹാര മാർഗം ഉൾക്കൊള്ളണം മനസ്സുകൾ. ഈ ഭൂമിയിൽ പൂർണ്ണമായ സുഖം അതൊരിക്കലും ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം. എല്ലാവിധ പ്രശ്നങ്ങളും ഇല്ലാതെയായി സമ്പൂർണമായ സമാധാനത്തിൻ്റെതായ ക്ലേശങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ലോകമെന്ന് പറയുന്നത് ഈ ഭൂമിയല്ല, മറിച്ച് മരണാനന്തരം മനുഷ്യന് വരാനിരിക്കുന്ന യഥാർത്ഥ ജീവിതമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് താഹയുടെ 123-ാമത്തെ വചനത്തിലൂടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഹവ്വായിനെയും സ്വർഗ്ഗലോകത്ത് നിന്ന് ഇറക്കിവിടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നാഥൻ അവരോട് രണ്ടുപേരോടും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇബ്ലീസിനോടും ചേർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളൊന്നടങ്കം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ അടുക്കൽ നിന്ന് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എന്ത് വിശ്വസിക്കണം, നിങ്ങൾ എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, നിങ്ങളുടെ ആചാരങ്ങൾ എന്തൊക്കെയായിരിക്കണം, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയായിരിക്കണം, നിങ്ങളുടെ ഇടപാടു രംഗത്ത് പാലിക്കപ്പെടേണ്ട മര്യാദകൾ എന്തൊക്കെയായിരിക്കണം, സർവമാന കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള വളരെ കൃത്യമായ ഒരു മാർഗം, ഒരു മാർഗദർശനം, ഒരു വഴി എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതിനെ ആര് സ്വീകരിക്കുന്നുവോ, അതിനെ ആര് ഉൾക്കൊള്ളുകയും പിൻപറ്റുകയും ചെയ്യുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖിക്കേണ്ടി വരികയില്ല, അവന് സങ്കടപ്പെടേണ്ടി വരികയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 38-ാമത്തെ വചനത്തിലും സൂറത്തുൽ താഹയുടെ 123-ാമത്തെ വചനത്തിലും ഈ ഒരു ആശയത്തെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. അതെ, ഖുർആൻ പരിഹാരത്തിന്റെ മാർഗമാണ്. ഖുർആൻ അത് മനക്ലേശത്തിനുള്ളതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ മനക്ലേശം ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ ഇറങ്ങിയപ്പോൾ പ്രവാചകന് ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളിലേക്ക് മനുഷ്യ സമൂഹം മടങ്ങാതിരിക്കുകയും ആളുകൾ എന്താണോ ഖുർആനിന്റെ സത്യാസത്യ വിവേചനത്തിന്റെ ഫലമായിക്കൊണ്ട് അന്ത്യനാളിൽ വിധിക്കപ്പെട്ട അവർക്കുള്ള കഷ്ടനഷ്ടങ്ങൾ വിശദീകരിച്ചത് ഉൾക്കൊള്ളാതെ പോയാൽ വരാനിരിക്കുന്ന കഠോരമായ ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് നൽകപ്പെട്ട വചനങ്ങളിലേക്ക് മനുഷ്യ സമൂഹം മടങ്ങാതിരുന്നപ്പോൾ പ്രവാചകന് ടെൻഷൻ ഉണ്ടായി. ഖുർആൻ പറയുന്നു മരണാനന്തര ജീവിതം വിചാരണയുണ്ടെന്ന്. ആ വിചാരണയിൽ സ്വർഗീയവും നരകീയവുമായ രണ്ട് തരത്തിലേക്ക് മനുഷ്യരെ മാറ്റി നിർത്തപ്പെടുമെന്ന്. എന്റെ മുൻപിൽ താൻ കാണുന്ന യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ മനുഷ്യ സമൂഹം, ആ സമൂഹം ഈ അവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന നരകശിക്ഷയാണല്ലോ എന്ന് ഭയപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകന് മനക്ലേശമുണ്ടായി, പ്രവാചകന് ടെൻഷൻ ഉണ്ടായി. എത്രത്തോളം സ്വന്തം ശരീരത്തെ ടെൻഷനാൽ പ്രവാചകൻ ഹനിച്ചു കളയുമോ എന്ന് ഭയപ്പെടുമാറ് പ്രവാചകന് ടെൻഷൻ ഉണ്ടായി. ആ സമയത്ത് അതിനുള്ള പരിഹാരമാർഗം ഖുർആൻ നിശ്ചയിച്ചു. ആ ഖുർആൻ ആശ്വാസത്തിന്റെ വാചകങ്ങൾ വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു താഹയുടെ ആദ്യ പ്രാരംഭ വചനങ്ങൾ ഇറക്കിക്കൊടുത്തു. താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ
താങ്കളുടെ മേൽ ഈ ഖുർആനിനെ നാം ഇറക്കിയത് താങ്കൾ ക്ലേശിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല തദ്കിറതൻ ലിമൻ യഖ്ശാ, ആരാണോ ഖശിയത്തുള്ളവൻ, ഭയപ്പാടുള്ളവൻ, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധതയുള്ളവനാരോ അവനുള്ളവർ ഓർമ്മപ്പെടുത്തലാണ്. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ, ഉന്നതമായ ആകാശലോകത്തിന്റെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന ഭൂമിയുടെ സൃഷ്ടാവായ റബ്ബിന്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിന്റെ വാചകങ്ങളെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടതില്ല. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, മിനൽ ബയ്യിന വൽ വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആൻ ഫുർഖാനാണ്, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന, കൃത്യമായ ശരിയും തെറ്റും, കൃത്യമായ സത്യവും അസത്യവും, കൃത്യമായ ധർമ്മവും അധർമ്മവും വളരെ കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനുള്ള അടിസ്ഥാന രേഖയാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഹുദ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഫുർഖാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നൂർ, ഇത് പ്രകാശമാണ്. ആളുകൾ ഇരുട്ടിൽ തപ്പുകയാണ്, ലക്ഷ്യബോധമില്ലാതെ ജീവിതത്തിന്റെ മനക്ലേശം കൊണ്ട് രൂപപ്പെടുന്ന ഇരുട്ടുകൾക്കകത്ത് ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് വളരെ കൃത്യമായ നൂർ, അവന്റെ മുൻപിലേക്ക് പ്രകാശപൂരിതമായ മഹജ്ജത്തുൽ ബൈദാ, വെളുത്ത ശുഭ്രമായ പാത അവന്റെ മുൻപിലേക്ക് വിരിച്ചു കൊടുക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ മാത്രമല്ല, ആ ഖുർആനിന്റെ മുൻപ് അവതീർണമായ തൗറാത്തും, ആ ഖുർആനിന്റെ മുൻപ് അവതീർണമായ ഇഞ്ചീലും സബൂറും ഉൾപ്പെടെയുള്ള സുഹുഫ് ഇബ്രാഹിം വ മൂസ, മൂസാക്കും ഇബ്രാഹിമിനും നൽകപ്പെട്ട ഏടുകൾ ഉൾപ്പെടെയുള്ള സർവമാന ഏഴാകാശങ്ങൾക്കപ്പുറത്തുനിന്ന് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിങ്കിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട മുഴുവൻ വേദങ്ങളും അവ മുഴുവൻ പ്രകാശമായിരുന്നു. ശിഫാഉൻ, ആ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ശിഫാഉൻ, അത് ശമനമാണ്. ശമനം വേണ്ടയിടത്ത് ശമനം നിർദ്ദേശിക്കുന്ന വറഹ്മത്തുൻ, കാരുണ്യമാണ്. ശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ അതൊരിക്കലും മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നതല്ല, മറിച്ച് മനുഷ്യൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൽ നിന്നുള്ള പരിഹാര മാർഗമായി മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ നാഥന്റെ റബ്ബിന്റെ റഹ്മത്ത്, കാരുണ്യം എന്നുള്ള പദം കൊണ്ടാണ് ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതെ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവമാന ലോകങ്ങൾ മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി, ആ ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥം, സൗരയൂഥങ്ങൾ ഉൾപ്പെടുന്ന ഗാലക്സി, ഗാലക്സികൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾ, ക്ലസ്റ്ററുകൾ ഉൾപ്പെടുന്ന പൾസാറുകൾ, മനുഷ്യന്റെ ചിന്തകളുടെ പരിസരത്ത് പോലും എത്താൻ സാധിക്കാത്ത വിധമുള്ള വിശാലമായ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ നാഥനായ, പ്രപഞ്ചങ്ങളുടെ മുഴുവൻ നാഥനായ റബ്ബിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധമായ ഈ ഖുർആൻ എന്ന് ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു. ആ ഖുർആൻ അവതീർണമായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിന്റെ തുമ്പിലൂടെയായി. പ്രവാചകൻ ഒരു ദൗത്യമുണ്ട് പ്രവാചകൻ. ആ ദൗത്യം സൂറത്ത് ജുമുഅയുടെ 62-ാം അധ്യായം, സൂറത്ത് ജുമുഅയുടെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹും الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ضلال مبين, വ്യക്തമായ വഴികേടിൽ ഒരു മനുഷ്യ സമൂഹം, ഒരു ഹ്യൂമൻ സൊസൈറ്റി എങ്ങനെയൊക്കെ പിഴച്ചു പോകുമോ അങ്ങനെ മുഴുവൻ പിഴച്ചു പോയ ഒരു സമുദായത്തിലേക്ക് കൃത്യമായ വേദഗ്രന്ഥത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് പരിശുദ്ധരാക്കി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആൻ ഇറക്കി അതിനെ പഠിപ്പിക്കുന്നവനായി കൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. മുഹമ്മദ് നബിയുടെ അവസ്ഥ എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിന്റെ 48-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്.
നീ ഇതിനു മുൻപ് ഒരു വേദഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് നീ നിന്റെ വലത് കരം കൊണ്ട് എഴുതിയിട്ടില്ല. എഴുത്തറിയാത്ത, വായനറിയാത്ത നിരക്ഷരൻ എന്നും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മാതാവ് തന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ പിതാവ് മരണപ്പെട്ടു പോകുന്നു. ഭൂമിയിലേക്ക് വരുന്നത് പ്രശ്നങ്ങളുള്ളവനായി കൊണ്ടായിരുന്നു, അനാഥനായി കൊണ്ട് ജനിക്കുന്നു. 6 വയസ്സ് പിന്നിടുമ്പോൾ മാതാവ് മരണപ്പെടുന്നു. കഫാലത്ത്, തന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത തന്റെ ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ 8ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു. അനാഥനായി ജനിച്ച് വളരെ ബാല്യത്തിൽ മാതാവ് നഷ്ടപ്പെട്ട്, തന്റെ സംരക്ഷകൻ നഷ്ടപ്പെട്ട്, അനാഥത്വത്തിൻ്റെതായ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. പക്ഷേ ആ പ്രവാചകന്റെ ജീവിതം സമാധാനപൂർണമായിരുന്നു. എന്തേ കാരണം? പ്രവാചകൻ ജീവിച്ചത് ഖുർആനിന്റെ വെളിച്ചത്തിലായിരുന്നു. അനാഥനായി ജനിക്കുകയും വിജ്ഞാനം നേടാതിരിക്കുകയും, എന്നാൽ സമൂഹം ഒന്നടങ്കം അല്ലമീനെന്ന്, സുദ്ദീഖെന്ന്, സത്യസന്ധനെന്ന്, വിശ്വസ്തനെന്ന് ആളുകൾ മുഴുവൻ വിളിപ്പേരിട്ട് ആ നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടപ്പെട്ടവനായിക്കൊണ്ട് അവർക്കിടയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണക്കാരനായ അബ്ദുള്ളയുടെ ആമിനയുടെ മകനായ മുഹമ്മദായി കൊണ്ട് ജീവിക്കുന്നു 40 വർഷക്കാലം. 40ാമത്തെ വയസ്സ് പൂർത്തിയായി ഏതാനും മാസങ്ങൾ, 5 ചില്ലാനും മാസങ്ങൾ പിന്നിടുമ്പോൾ മക്ക നഗരിയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സൗദി അറേബ്യയിലെ മക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ കഅബാലയത്തിലേക്ക് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ജബലുന്നൂർ, ആ ജബലുന്നൂറിന്റെ മുകളിൽ ഹിറക്കകത്ത് നിന്ന്, വാനലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശവുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു, ആലിംഗനം ചെയ്യുന്നു. ആത്മീയ ലോകത്തെയും ഭൗതിക ലോകത്തെയും പരസ്പരമുള്ള ഒരു ആശ്ലേഷണത്തിലൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ 23 വർഷക്കാലം കൊണ്ട് ഇറക്കപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആദ്യ പാർട്ട് 96-ാം അധ്യായം സൂറത്ത് അലഖിന്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് തുടങ്ങുന്ന വചനങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ലോകമാദ്യമായി. പ്രവാചകന്റെ നാവിലൂടെ ആ വിശുദ്ധ ഖുർആൻ ശ്രവിക്കുകയാണ്. ജീവിതത്തിൽ എഴുത്തറിയാത്ത, ജീവിതത്തിൽ വായനയറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, വിദ്യാഭ്യസിക്കാത്ത മുഹമ്മദ് വലിയ വലിയ തത്വങ്ങൾ പ്രസംഗിക്കുകയാണ്. വലിയ വലിയ ചരിത്രപരമായ 1000, 2000, 5000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ സംഭവിച്ചു പോയ ചരിത്രങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ വള്ളി പുള്ളി വിടാതെ വളരെ കൃത്യമായി അതിന്റെ ഓരോ മൈന്യൂട്ട് സെക്കൻഡുകളുടെ പൾസുകൾ എടുത്തുകൊണ്ട് അങ്ങ് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായീലിനെയും കൊണ്ട് ചെങ്കടലിലേക്ക് സമീപിക്കുമ്പോൾ എന്താണ് കൂടെയുണ്ടായിരുന്ന ബനൂ ഇസ്രായീല്യർ പറഞ്ഞത്? എന്തായിരുന്നു ബനൂ ഇസ്രായീല്യരോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? അതിന്റെയും 1500 വർഷങ്ങൾക്ക് മുൻപ് അഗ്നികുണ്ഡാരത്തിനകത്തേക്ക് തന്റെ കൂട്ടുകാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ അഗ്നിയിലേക്ക് വലിച്ചെറിയാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രാർത്ഥന എന്തായിരുന്നു? എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പറയാൻ സാധിച്ചത്? അതാണ് ഈ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത. അത് മുഹമ്മദ് നബിയുടെ വാക്കുകളല്ല, കേവലം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ സമ്പൂർണമായ സമാഹാരമല്ല പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആയിരുന്നുവെങ്കിൽ അതിനകത്ത് അബദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ രൂപപ്പെട്ട ആശയങ്ങളുടെ ഒരു കളക്ഷൻ ആയിരുന്നു പരിശുദ്ധ ഖുർആനെങ്കിൽ അതിനകത്ത് അബദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. 40-ാമത്തെ വയസ്സിൽ ആരംഭിച്ച് 63-ാമത്തെ വയസ്സിൽ അവസാനിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയുള്ള അവതരണം. ഒരു മനുഷ്യൻ 23 കൊല്ലം ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും? സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, സന്താപത്തിന്റെ നിമിഷങ്ങൾ, വേദനയുടെ നിമിഷങ്ങൾ, ദുഃഖത്തിന്റെ നിമിഷങ്ങൾ. ഇതിനനുസരിച്ചുകൊണ്ട് മനുഷ്യരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അവരുടെ സംസാരങ്ങൾ സ്വാഭാവികമായും കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കും.
പക്ഷേ വിശുദ്ധ ഖുർആൻ ന്യൂനതകളില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത, തിരുത്തലുകളില്ലാത്ത, വൈരുദ്ധ്യങ്ങളില്ലാത്ത സാഹിത്യ സമ്പൂർണമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലേ? അത് പരിശോധനയ്ക്ക് അവർ വിധേയമാക്കുന്നില്ലേ? അതിനകത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ കാണാൻ സാധ്യമാണോ? സാധ്യമല്ല. മനുഷ്യരുടെ കരങ്ങൾ കൊണ്ടാണ് അത് രൂപപ്പെട്ടിരുന്നത് എങ്കിൽ അതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ മാർഗമായി നാം അവലംബ കേന്ദ്രമാക്കി മാറ്റേണ്ടത് പരിശുദ്ധ ഖുർആനിനെയായിരിക്കണം. ആ ഖുർആനിന്റെ ശുദ്ധതയിലേക്കാണ്, ആ ഖുർആനിന്റെ അബദ്ധമുക്തമായ അവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചത്. അതെ, ഖുർആനിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കടന്നു വന്നു. എന്തിനു വേണ്ടിയാ കടന്നു വന്നത്? മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഇരുട്ടറകളിൽ നിന്ന് വെളിച്ചത്തിന്റെ പാതയിലേക്ക് അവരെ വഴി കാണിക്കുന്നതിന് വേണ്ടി. അതാണ് ഖുർആൻ സൂറത്ത് ഹദീദിന്റെ 9-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാത്ത്. അല്ലാഹു അവനാണ് തന്റെ അടിമയുടെ മേൽ വളരെ വ്യക്തമായ ആയത്തുകളെ, വചനങ്ങളെ ഇറക്കിയത്. ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, സർവ്വ പ്രശ്നങ്ങളെയും പരിഹരിച്ച് സമാധാനപൂർണമായ ഒരു ജീവിതത്തെ മനുഷ്യന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി. അതേ ആശയം തന്നെയാണ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 257-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ, അവന്റെ വലിയുകളെ, അവനെ രക്ഷാകേന്ദ്രമായി സ്വീകരിച്ച ആളുകളെ, അവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തകൾ പരിഹാരത്തിന്റെ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടപ്പെടേണ്ടതുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഖുർആൻ അത് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. പോരാ, ആ വിശ്വാസത്തിന്റെ മേഖല അവിടെ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല. മറിച്ച് ആ വിശുദ്ധ ഖുർആൻ, ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും അല്ലാഹുവിന്റെ കലിമത്താണെന്ന്, അല്ലാഹു നമ്മോട് സംസാരിക്കുന്നതാണെന്ന്, അതിലെ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിലേക്ക് 100% പകർത്തി വെക്കേണ്ടതാണെന്ന്, അതിലുള്ള വിരോധനങ്ങൾ മുഴുവൻ ജീവിതത്തിൽ നിന്ന് പാടെ വിഭാടനം ചെയ്യേണ്ട വഴി വാക്കപ്പെടേണ്ടതാണ് എന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസം പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ, മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഖുർആനിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ, അവർ ഖുർആൻ പഠിക്കാനോ ആ ഖുർആനിന്റെ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനോ പലപ്പോഴും സന്നദ്ധരാവാറില്ല. എന്താണ് ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്? മുസ്ലിങ്ങളല്ലാത്ത, വിശുദ്ധ ഖുർആനിനെ തന്റെ ജീവിതത്തിന്റെ മാർഗദർശകമായി കാണാത്ത ആളുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു. എന്തേ കാരണം? ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്നറിയാം. അതിന്റെ അപ്പുറത്തേക്ക് അതൊന്ന് തുറക്കാൻ, ആ ഖുർആനിന്റെ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാൻ, ആ ഖുർആനിന്റെ ആയത്തുകളുടെ ആശയങ്ങൾ പഠിക്കാൻ പലപ്പോഴും നമ്മളൊന്നും സന്നദ്ധരാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ഈ വിശുദ്ധ ഖുർആൻ അത് ഇറങ്ങിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് ഇറങ്ങിയ ഓരോ സന്ദർഭത്തിൽ ഓരോ വചനങ്ങൾ ഇറങ്ങുമ്പോൾ ആ ഓരോ വചനങ്ങളുടെയും ആശയം എന്ത് എന്ന് കൃത്യമായി അറിഞ്ഞു പഠിച്ച് അത് ജീവിതത്തിലേക്ക് അപ്പടി പകർത്തുന്ന ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി ഓരോ മനുഷ്യരും മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. കണ്ണിൽ കണ്ട കല്ലിന്റെ മരക്കുറ്റിയുടെ മുൻപിൽ
തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിരുന്ന വിഗ്രഹാരാധകരായിരുന്ന ഒരു സമൂഹം തങ്ങളുടെ ആരാധനകൾ സമ്പൂർണമായി, തങ്ങളുടെ സുജൂദുകൾ, തങ്ങളുടെ പ്രാർത്ഥനകൾ, തങ്ങളുടെ നേർച്ചകൾ, തങ്ങളുടെ ഹവിസുകൾ, തങ്ങളുടെ നിവേദ്യങ്ങൾ മുഴുവൻ ഏകനായ റബ്ബിന്റെ മുൻപിലേക്ക് മാത്രം തിരിച്ചുവിടുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനമായിരുന്നു. എന്റെ ശബ്ദത്തെ കേൾക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരോടും, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിനകത്തുള്ള ആളുകൾ, അവരോട് ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിന്റെ ഏത് ആയത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്? ഏത് ആയത്തിനനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടായിട്ടുള്ളത്? തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഒരു കാലഘട്ടം. ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന്റെ സർവമാന അരാജകത്വത്തിനും വിരാമമിട്ടുകൊണ്ട് ജീവിതത്തിന് കൃത്യമായ അടുക്കും ചിട്ടയും ക്രമവും വ്യവസ്ഥയും ഉണ്ടായി തീർന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങൾ അവരുടെ നെഞ്ചകങ്ങൾക്കകത്ത് വലിയ ശക്തമായ സ്വാധീനം ചെലുത്തിയത് കൊണ്ടായിരുന്നു. മദ്യമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാതെ മദ്യം ജീവിതത്തിന്റെ മൗലികാവകാശമായി കണക്കാക്കിയിരുന്ന ഒരു സമൂഹം. മാറ്റങ്ങളുണ്ടായില്ലേ? എത്രമാത്രം അവർ മാറി! മദ്യം ഉപയോഗിച്ച ചഷകങ്ങളിൽ, മദ്യം വിളമ്പിയ പാത്രങ്ങളിൽ പിന്നീട് ജലപാനം പോലും നടത്താൻ മടി കാണിക്കുന്ന ഒരു സമൂഹമായി അവർ മാറിയത് പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ വാചകം കേട്ടപ്പോഴായിരുന്നു. പരിഹരിച്ചു അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ സർവമാന പ്രശ്നങ്ങളെയും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കൊണ്ട് അവർ പരിഹരിക്കപ്പെട്ടു. അശ്ലീലതയും നിർലജ്ജതയും ലൈംഗികമായ അരാജകത്വവും യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ ഈ വീട്ടിലൊരു വേശ്യയുണ്ട് എന്ന് സമൂഹത്തെ അറിയിക്കാൻ വീടിന്റെ മുൻപിൽ കൊടികൾ സ്ഥാപിച്ചിരുന്ന കാലഘട്ടം. അവിടെ നിന്ന് ആ സമൂഹം മാറി. എവിടേക്കാ മാറിയത്? ജീവിതത്തിന്റെ ദുർബലമായ നിമിഷങ്ങളിൽ, രഹസ്യത്തിന്റെ രഹസ്യങ്ങളിൽ ചെയ്തു പോയ ലൈംഗികമായ അരാജകത്വത്തിലെ വൃത്തികേടിന്റെ പ്രവർത്തനങ്ങൾ പ്രവാചകന്റെ പള്ളിയിലേക്ക് കടന്നു വന്ന് പ്രവാചകന്റെ മുമ്പിൽ തുറന്ന് ഏറ്റുപറഞ്ഞ് തഹ്ഹിർനി യാ റസൂലല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? തഹ്ഹിർനി യാ റസൂലല്ലാഹ്, എറിഞ്ഞു കൊല്ലണമെന്ന. അതെ, വ്യഭിചാരത്തിന് ഇസ്ലാം നിശ്ചയിച്ച ശിക്ഷ, അവൻ വിവാഹിതനാണെങ്കിൽ അവൾ വിവാഹിതയാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്ന. എന്നെ എറിഞ്ഞു കൊന്ന് എന്നെ ശുദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് അത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ സ്വാധീനമായിരുന്നു. അക്രമവും അരാജകത്വവും സമൂഹത്തിൽ വിതച്ചുകൊണ്ട് കൊന്നും കൊലവിളിച്ചും നടന്നിരുന്ന ഒരു കാട്ടാളവർഗം തന്റെ രക്തത്തിൽ, തന്റെ നുതുഫയിൽ ജനിച്ചു വീണ പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ സ്വന്തത്തെക്കാളേറെ മറ്റുള്ളവരുടെ ജീവന് വില നൽകുകയും യുദ്ധത്തിന്റെ അങ്കണത്തിൽ വെച്ച് മരണാസന്നനായി കിടക്കുമ്പോ അവസാനത്തെ ഒരിറക്ക് വെള്ളം, ആ വെള്ളം വായിലേക്ക് നൽകപ്പെടുന്ന സന്ദർഭത്തിൽ അപ്പുറത്ത് തന്റെ സഹോദരന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് വേണ്ട, അങ്ങോട്ട് നൽകൂ എന്ന് പറയുന്ന ഒരു മാനവികമായ സംസ്കാരത്തിലേക്ക് ഒരു കാട്ടാളവർഗം, ഡാർക്ക് ഏജിന്റെ മക്കൾ എങ്ങനെയാണ് മാറിയത്? അത് പരിശുദ്ധ ഖുർആൻ അവരിൽ ഉണ്ടാക്കിയ സ്വാധീനമായിരുന്നു. കുടുംബ കലഹത്തിന്റെ, ഗോത്രമാത്സര്യത്തിന്റെ ഇടുങ്ങിയ ലോകത്ത് നിന്ന് ഏകലോക വീക്ഷണത്തിന്റെ വക്താക്കളായി അവര് മാറി. പകയുടെ, ചതിയുടെ, പാരുഷ്യത്തിന്റെ, വഞ്ചനയുടെ ലോകത്തു നിന്ന് സ്നേഹത്തിന്റെയും ദയയുടെയും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെ, ലോക സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി അവർ മാറിയത് പരിശുദ്ധ ഖുർആൻ അവരുടെ നെഞ്ചകങ്ങൾക്കകത്ത് ആന്തോളനങ്ങൾ സൃഷ്ടിച്ചപ്പോഴായിരുന്നു. നീതി എന്ന് പറയുന്ന ഒരു പദത്തിലെ രണ്ടക്ഷരങ്ങളുടെ അർത്ഥമറിയാത്ത ആ ഒരു കാലഘട്ടത്തിലെ മക്കൾ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ പാലിലൽപ്പം വെള്ളം ചേർക്കാൻ മകളോട് കൽപ്പിക്കുന്ന ഉമ്മയോട് അരുതുമ്മ എന്ന് പറയുന്ന, അരുതുമ്മ എന്ന് പറയുന്ന, ഉമർ കണ്ടിട്ടില്ലെങ്കിലും പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് കാണുന്നുണ്ട് എന്ന് പറയുന്ന പെൺകൊടിമാരെ ഈ സമൂഹത്തിന്, മനുഷ്യ സംസ്കാരത്തിന് സംഭാവന നൽകിയത് പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീനമായിരുന്നു. അടിമകളെയും ഉടമകളെയും മേലാളന്മാരെയും കീഴാളന്മാരെയും മേൽജാതിക്കാരെയും കീഴ്ജാതിക്കാരെയും സൃഷ്ടിച്ച ഒരു സമൂഹം.
അങ്ങനെയായിരുന്നു അവർ തീണ്ടാപ്പാടകലെ സഞ്ചരിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ മക്കയിലെ പ്രമുഖ ഗോത്രത്തിലെ തറവാടിയായ അബൂബക്കറിനെയും മദീനക്കാരനായ ശുഐബിനെയും എത്യോപ്യക്കാരനായ കറുത്ത കാപ്പിരിയായ അടിമയായ ബിലാലിനെയും പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസിയെയും ഒരൊറ്റ ഉമ്മ പ്രസവിച്ച സഹോദരന്മാർ തമ്മിലുണ്ടായിരിക്കേണ്ട സാഹോദര്യത്തിന്റെ ബന്ധത്തിന്റെ അവസ്ഥയിലേക്ക് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം രൂപപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ നിശ്ചയിച്ച പരിഹാര മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴായിരുന്നു. ആയത്തുകൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ വലിയ സ്വാധീനമാണ് അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയത്. ഉമർ മക്കയിലെ പോക്കിരിയായിരുന്നു, മദ്യപാനിയായിരുന്നു, പോക്കറ്റ് അടിക്കാരനായിരുന്നു. മക്കയിലെ ധാർഷ്ട്യത്തോടുകൂടി ആരെയും കൂസാതെ എല്ലാവരെയും ദ്രോഹിച്ചു നടന്നിരുന്ന ഒരു വ്യക്തി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ സ്വതന്ത്രമായാൽ ഉമറിന്റെ ഭരണം പോലെയുള്ള ഒരു ഭരണത്തെ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ മാത്രം നീതിയുടേതായ അങ്ങ് മദീന കേന്ദ്രമാക്കി ഉമർ ഭരിക്കുമ്പോ 1500 കിലോമീറ്ററുകൾക്കപ്പുറത്ത് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് ഒരു ആട് അത് അന്യായമായി വധിക്കപ്പെട്ടാൽ ഞാൻ റബ്ബിന്റെ മുൻപിൽ സമാധാനം പറയേണ്ടി വരുമെന്ന ബോധത്തോടുകൂടി രാവുകളിൽ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് രാവിന്റെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ തന്റെ ഭരണപ്രദേശത്തുകൂടി സഞ്ചരിച്ചിരുന്ന ഒരു ഉമർ എങ്ങനെയാ ഉമറായി മാറിയത്? അദ്ദേഹത്തിന് ഇസ്ലാമിലേക്കുള്ള ആശ്ലേഷണത്തിന് 6 ഘട്ടങ്ങളുണ്ട് എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കഅബാലയത്തിന്റെ കില്ലയുടെ മറവിൽ ഉമർ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? വിശുദ്ധ ഖുർആൻ കേൾക്കാൻ. മുസ്ലിമല്ല. വിശുദ്ധ ഖുർആനിന് മനസ്സുകളിൽ ചെലുത്തുന്ന ഒരു സ്വാധീനമുണ്ട്. അതിന്റെ ആസ്വാദനത്തിന് വേണ്ടി കഅബയുടെ കില്ലയുടെ മറവിൽ അങ്ങ് മതാഫിൽ തവാഫ് ചെയ്യുന്നിടത്ത് റസൂലുള്ളാഹി നമസ്കരിക്കാൻ വേണ്ടി വരും, ഖുർആൻ പാരായണം ചെയ്യും. അപ്പോൾ ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി മറഞ്ഞിരിക്കുകയാണ്. ഉമറിന്റെ മനസ്സിലുണ്ട് ഖുർആൻ. അത് മുഹമ്മദിന് ഏതെങ്കിലും ജ്യോത്സ്യന്മാർ, മാരണക്കാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ മനസ്സിൽ ചിന്ത വെച്ച് പുലർത്തുമ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് മുഹമ്മദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിക്കുന്നത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇത് വളരെ മാന്യന്റെ വാക്കാകുന്നു എന്ന് മനസ്സിനകത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഏതെങ്കിലും ഷായിറുകൾ, ഏതെങ്കിലും കാഹിനുകൾ, ജ്യോത്സ്യന്മാർ, കവികൾ അത് പറയുന്നത് ഏറ്റു ചൊല്ലുകയായിരിക്കും മുഹമ്മദ് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത വചനം മുഹമ്മദ് റസൂലുള്ള പാരായണം ചെയ്യുന്നത്. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ, ഇതൊരു ഷായിറിന്റെ വചനമല്ല. അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നു. ഇപ്പുറത്ത് ഈ വചനങ്ങൾ റസൂലുള്ള ഓതുന്നു. വീണ്ടും അദ്ദേഹം മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നു. അപ്പോഴാണ് അടുത്ത വചനം ഓതുന്നത് റസൂലുള്ളാഹി വമാ വലാ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. പിന്നെ അദ്ദേഹം ചിന്തിക്കൽ നിർത്തുക. താൻ എന്ത് ചിന്തിച്ചോ ആ ചിന്തിച്ചതൊന്നുമല്ല ഖുർആൻ, ഇത് വാനലോകത്ത് നിറയ്ക്കപ്പെട്ടതാണ് എന്നുള്ള ആ വചനം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖയുടെ 40 മുതൽ 43 വരെയുള്ള ഈ ആയത്തുകൾ കേട്ടപ്പോൾ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭത്തിൽ പല ആയത്തുകൾ കേട്ടപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായി. അവസാനം ഇസ്ലാമിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയുടെ പ്രാരംഭ വചനങ്ങൾ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ അദ്ദേഹം കേൾക്കുമ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശനമുണ്ടാകും. ഒരു വലിയ സ്വാധീനം ഉമറിന്റെ മനസ്സിലുണ്ടായി. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായി. മനസ്സുകളെ സ്വാധീനിച്ചു ഖുർആൻ. ആ മനസ്സുകൾ, ആ ശരീരങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഖുർആൻ. മദ്യം ഒരു സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി. മദ്യമില്ലാത്ത ഒരു മദീന, മദ്യമെന്ന് പറയുന്ന ആ ലഹരി വസ്തുവില്ലാത്ത ഒരു മദീനയും ഒരു ഇസ്ലാമിക സാമ്രാജ്യവും ചരിത്രത്തിൽ രൂപപ്പെട്ടത്
പരിശുദ്ധ ഖുർആനിന്റെ 3 ഘട്ടങ്ങളിലായിക്കൊണ്ടുള്ള ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിരുന്നു. എന്താണ് മദ്യം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നത്? പരസ്പരം ഭാര്യയും ഭർത്താവും പരസ്പരം അകലുന്നു. മദ്യപിച്ച് ലക്കുകെട്ട പിതാവ് കേവലം 5 വയസ്സും 8 വയസ്സും പ്രായമുള്ള മക്കളെ തലയറുത്തു കൊല്ലുന്നു. അതാണ് മദ്യം മുഖേന സമൂഹത്തിനുള്ള നേട്ടമെന്ന് പറയുന്നത്. സമ്പൂർണമായ ഒരു വിഭാടനം, പൂർണ്ണമായ മദ്യമുക്തമായ ഒരു കാലഘട്ടം എങ്ങനെ സംഭവിച്ചു? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 219-ാമത്തെ വചനത്തിലൂടെ മദ്യവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുകയാണ്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹാ അക്ബറു മിൻ നഫ്ഇഹിമാ. മദ്യത്തെക്കുറിച്ച്, ചൂതാട്ടത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അവരോട് പറയുക, പറഞ്ഞു കൊടുക്കുക, അത് വളരെ മോശമാകുന്നു. നേട്ടമില്ല, നന്മകളില്ല, പ്രശ്നങ്ങൾ മാത്രമാണ്, പരിഹാരങ്ങളില്ല. പക്ഷേ കേവല ബോധവൽക്കരണം കൊണ്ട് മാറാൻ മാത്രമുള്ള ഒരവസ്ഥയിലായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ജീവിച്ചിരുന്നത്. വീണ്ടും വിശുദ്ധ ഖുർആൻ അടുത്ത ഘട്ടം, ബോധവൽക്കരണത്തിനു ശേഷമുള്ള 2-ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ. നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് വരാൻ പാടില്ല എന്ന്. നമസ്കാരത്തെ സമീപിച്ചു പോകരുത്. എന്തു ചെയ്തു അവർ? നമസ്കാരത്തിന് വരാത്ത 2 നമസ്കാരങ്ങൾക്കിടയിൽ ദൈർഘ്യമുള്ള സമയത്ത് അവർ മദ്യപിക്കുന്ന ആളുകളായിരുന്നു. ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോയി. വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും സൂറത്ത് മാഇദയുടെ 90-91 വചനങ്ങളിലൂടെ അവസാനത്തെ ഘട്ടത്തിന്റെ പൂർത്തീകരണം നടത്തുകയാണ്. മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ, അല്ലാഹുവെ സംബന്ധിച്ചുള്ള ചിന്തയിൽ നിന്ന്, സ്മരണയിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കണം. ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ? ചോദ്യമാണ് ഖുർആനിന്റെ, നമ്മളോടുള്ള ചോദ്യമാണ്, മദ്യപാനികളോടുള്ള ചോദ്യമാണ്, മദ്യം ഉപയോഗിക്കുന്ന ആളുകളോടുള്ള ചോദ്യം. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മദ്യഷാപ്പിൽ, അതെ, അന്നത്തെ പ്രമുഖരായ പ്രവാചകന്റെ അനുചരന്മാർ, സ്വഹാബത്ത് മദ്യപിക്കുന്നവരും മദ്യശാല നടത്തുന്ന ആളുകളുമായിരുന്നു. അവിടെ സെർവന്റായി മദ്യം വിളമ്പുകാരനായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, പ്രമുഖനായ സ്വഹാബി. അബൂ ഹുറൈറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. അദ്ദേഹം അവിടെ മദ്യം വിളമ്പി കൊടുക്കുന്നവനായി. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസ് പുറത്തു പോയി നോക്ക്, അങ്ങാടിയിലൂടെ ആരോ എന്തോ വിളിച്ചു പറയുന്നു. ഈ ആയത്തിറങ്ങിയപ്പോൾ ആ ആയത്തിന്റെ പ്രചാരണം, ആ ആയത്തിലേക്കുള്ള ദഅവത്ത്, ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രവാചകന്റെ ദൂതൻ അങ്ങാടിയിലൂടെ ആയത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. സ്വഹീഹു മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകൾ മുഴുവൻ തുറന്നു മുന്നിൽ വെച്ചാൽ മദീനയിൽ അന്ന് സംഭവിച്ചു പോയ മദ്യത്തിന്റെ നിരോധനത്തിന്റെ ആയത്തിറങ്ങിയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ വിശദീകരിക്കും. ഒരു അബ്കാരി കോൺട്രാക്ടറും ഒരു നിവേദനവുമായി പ്രവാചകനെ സമീപിച്ചിട്ടില്ല. സ്റ്റോക്ക് ഒന്നങ്ങ് കാലിയാക്കാൻ, ഉള്ള സ്റ്റോക്ക് അതൊന്നാണ് വിറ്റ് ഒഴിവാക്കാൻ ഒരു ചെറിയ എക്സ്ക്യൂസിന്റെ സമയം ആവശ്യപ്പെട്ടില്ല. അവർ മാറി, ഉടനടി മാറി. ആ മാറ്റമാണ് പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അതെ, മദ്യം കൊണ്ടുണ്ടായിരുന്ന സർവമാന ദൂഷ്യങ്ങളിൽ നിന്നും ആ സമൂഹത്തെ പരിഷ്കരിച്ചു. അതിനുള്ള പരിഹാര മാർഗമായി ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി. എല്ലാ മേഖലകളിലും വ്യഭിചാരം എങ്ങനെ വ്യഭിചരിക്കാതെ ജീവിക്കാം എന്ന് ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായി. വ്യഭിചാരം നിരോധിച്ചു ഇസ്ലാം. ലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലൂടെ പഠിപ്പിച്ചു. പക്ഷേ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. വ്യഭിചരിക്കണം പ്രവാചകൻ, എനിക്ക് വ്യഭിചരിക്കാതിരിക്കാൻ വയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിന്റെ എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത്, മനസ്സിലുണ്ടാക്കി തീർക്കേണ്ട കൃത്യമായ മാറ്റം എന്താണ് പ്രവാചകൻ ചോദിക്കുകയാണ്. നീ ആരുമായ വ്യഭിചരിക്കുക? ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ഉണ്ടായി. ആ സ്ത്രീ ആരാണ്?
ഒന്നുകിൽ ഉമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹോദരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ മകൾ എന്ന് പറയുന്ന ഏതെങ്കിലും 4 തസ്തികകളിൽ ഏതെങ്കിലും ഒരു തസ്തികയിലായിരിക്കാം. നിന്റെ ഉമ്മയോടൊത്ത്, നിന്റെ ഭാര്യയോടൊത്ത്, നിന്റെ മകളോടോ സഹോദരിയോടോ ഒത്ത് മറ്റൊരാൾ വ്യഭിചരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിക്കും. മനസ്സുകൾക്കകത്ത് സ്വാധീനങ്ങൾ, മനസ്സുകൾക്കകത്ത് മാറ്റങ്ങളുടെ മാറ്റൊലികൾ സൃഷ്ടിക്കാൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹം ആ തന്റെ താല്പര്യത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് തിരിച്ചു പോകുന്ന ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട്. നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക്, അതിന്റെ സന്ദേശങ്ങളിലേക്ക്, അതിന്റെ പരിഹാര മാർഗങ്ങളിലേക്ക് ഇനിയും മടങ്ങാൻ സമയമായില്ലേ എന്ന് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. അലം യഇനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. റബ്ബിനെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്ക്, അല്ലാഹുവിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായില്ലേ? നിങ്ങൾ പൂർവികരെ പോലെ ആകാൻ പാടില്ല എന്ന്, മുൻകാലക്കാരെ പോലെ ഇഞ്ചീൽ നൽകപ്പെട്ട് തൗറാത്ത് നൽകപ്പെട്ട് അത് പിറകിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ, പണ്ഡിതന്മാർ എന്ത് തങ്ങളുടെ സ്വാർത്ഥമായ ഏതൊരു താല്പര്യത്തിലൂടെയാണോ ആ സമൂഹത്തെ നയിച്ചത്, അതിലൂടെ തന്നിഷ്ടക്കാരായിക്കൊണ്ട് തങ്ങളുടെ ഹവകൾക്കനുസരിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ചുപോയ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ പോലെ നിങ്ങളായി മാറാൻ പാടില്ല എന്നുള്ളതാണ്. മടക്കം വളരെ എളുപ്പമാണ്. ഖുർആൻ വളരെ ലളിതമാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അതെ, വിശുദ്ധ ഖുർആൻ അത് വളരെ ലളിതമാണ്. ഓർക്കാൻ, ചിന്തിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക്, ആ ഒരു ആശയത്തിലേക്ക് മടങ്ങാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് വളരെ ലളിതമാണ് ഖുർആൻ. എന്തൊക്കെ പഠിച്ചു കൂട്ടുന്നുണ്ട്, എന്തൊക്കെ പഠിക്കാൻ സമയം കാണുന്നുണ്ട്, എന്തൊക്കെ പഠിക്കാൻ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ പഠിക്കാൻ, അതിന്റെ ആശയങ്ങളെ പഠിച്ച് അടുത്ത് അറിയുന്നതിന് വേണ്ടി എത്രമാത്രം സമയം ജീവിതത്തിൽ നാം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. കാലം മാറി, ആധുനിക സമൂഹവും പുതിയ തലമുറയും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ താല്പര്യങ്ങൾ, പുതിയ ചിന്താഗതികൾ, ലിബറലായ സ്വതന്ത്രതാവാദങ്ങൾ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശരീരം, മൈ ബോഡി, മൈ റൈറ്റ്, മൈ ബോഡി, മൈ ചോയ്സ്. എനിക്ക് ചോയ്സ്, എൻ്റെ ശരീരം ഞാൻ തീരുമാനിക്കും. ഒന്നും വേണ്ട, തിന്ന് കുടിച്ച് രസിച്ച് രമിച്ച് ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ഒരു എതിരുമില്ലാതെ, ഒരു ചോദ്യം ചെയ്യലുകളുമില്ലാതെ, ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ അങ്ങനെ ജീവിച്ചു മരിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. നിയമം വേണ്ട, മതം വേണ്ട, മതത്തിൻ്റെതായ പരിഹാര മാർഗങ്ങൾ വേണ്ട, പ്രമാണങ്ങൾ ആവശ്യമില്ല. മതമെന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ണിലെ കരടാണ്. മതമെന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മതമെന്ന് പറയുന്നത് പുരുഷ മേധാവിത്വമാണ്. തുടങ്ങിയിട്ടുള്ള ആധുനികമായ പഴയകാലത്തുള്ള പുതിയ പുതിയ പൊടി തട്ടിയെടുക്കുന്ന യുക്തിവാദത്തിൻ്റെയും അതുപോലെ മതനിരാസത്തിൻ്റെയും ദൈവിക നിരാസത്തിൻ്റെയും മരണാനന്തര ജീവിത വിശ്വാസ നിരാസത്തിൻ്റെതുമായ ചിന്തകളിലേക്ക് സമൂഹം വഴിമാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിക്കുക എന്ന, ആസ്വദിക്കുക എന്നത് കേവലം ചില ആളുകളിൽ മാത്രം പരിമിതമായതാണോ? എല്ലാവർക്കും ജീവിക്കണ്ടേ? ജനിക്കുമ്പോൾ രോഗികളായി ജനിക്കുന്ന കുട്ടികൾ, മരണം വരെ രോഗികളായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, സാമ്പത്തികമായ വളരെ താഴ്ന്ന നിലവാരത്തിൽ 3 നേരം വയറിന്റെ വിശപ്പ് പൂർത്തീകരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ അതിനുള്ള വകുപ്പില്ലാത്ത ആളുകൾ സമൂഹത്തിലില്ലേ? ജീവിക്കാൻ, താമസിക്കാൻ വീടില്ലാത്ത ആളുകൾ, വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളുടെ വാടക നൽകാൻ ഇല്ലാത്ത ആളുകൾ, രോഗം ബാധിച്ചാൽ
അതിന് ആവശ്യമായ മരുന്ന് കഴിക്കാൻ പണമില്ലാത്ത ആളുകൾ, ഇവർക്കൊന്നും ജീവിക്കേണ്ടതില്ലേ? ഇവർക്കൊന്നും അടിച്ചു പൊളിക്കേണ്ടതില്ലേ? കുറച്ചാളുകൾക്ക് ആസ്വദിക്കാനും കുറച്ചാളുകൾക്ക് മാത്രം എൻജോയ് ചെയ്യാനുമുള്ളതാണോ ഈ ജീവിതം എന്ന് പറയുന്നത്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രം എന്ന് പറയുന്നത്, പരിഹാരം എന്ന് പറയുന്നത്, രോഗിയാണെങ്കിലും ശരി, അരോഗദൃഢഗാത്രനാണെങ്കിലും ശരി, സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലുള്ളവനാണെങ്കിലും ശരി, സാമ്പത്തികമായി ഏറ്റവും താഴേക്കിടയിൽ ഉള്ളവനായിരുന്നാലും ശരി, നിത്യരോഗിയായിരുന്നാലും ശരി, ഏതവസ്ഥയിലായിരുന്നാലും അവനൊരു ജീവിതമുണ്ട്. അതൊരു പരിഹാരമാണ്. ഖുർആൻ പഠിപ്പിച്ച പരിഹാര മാർഗമാണ്. എന്താണ് ആ പരിഹാര മാർഗം എന്ന് പറയുന്നത്? അത് മനസ്സിന് ചില ബോധ്യപ്പെടുത്തല. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ജീവിതം അതൊരു താൽക്കാലികമായ ജീവിതമാണ്. ഈ ജീവിതം അതൊരു ടെമ്പററി, ഒരിക്കലും അവസാനിക്കാത്ത യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അത് മരണാനന്തരമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന പരിഹാര മാർഗം, ആ ഒരു മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവൻ, അവൻ രോഗിയായാൽ അവന് ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ ഈ രോഗത്തോടുകൂടി ഇന്ന് തീർന്നാൽ, ഇന്ന് അവസാനിച്ചാൽ നാളെ എനിക്ക് സന്തോഷത്തിൻ്റെത്, ഞാൻ ക്ഷമിച്ചതിന്, ഞാൻ സഹിച്ചതിന് എനിക്ക് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് മനസ്സിലൊരാശ്വാസമാണ്. ആ ഒരു വിശ്വാസം നെഞ്ചോട് ചേർത്ത് വെച്ചവനെ സംബന്ധിച്ചിടത്തോളം 19 വയസ്സുകാരിയായ മകൾ കുഴഞ്ഞു വീണ് മരിച്ചാൽ മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാവുകയില്ല. മകള് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ 1, 2, 3 ദിവസത്തെ ചെറിയ ഒരു ദുഃഖം അതുണ്ടാകും. പക്ഷേ മരിക്കുന്നതുവരെ 50 കൊല്ലം അതൊരു ജീവിതത്തിന്റെ ദുരന്തമായിക്കൊണ്ട് ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരവസ്ഥ. ഒരു മോളെ അള്ള തന്നു, ആ മോളെ അള്ള തിരിച്ചെടുത്തു, വേറെ മോളെ അള്ള ചിലപ്പോൾ തരും വിധിച്ചിട്ടുണ്ടെങ്കിൽ. വയസ്സ് 50 പിന്നിട്ടാ പിന്നെ കിട്ടുമോ? 120-ാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താന സൗഭാഗ്യമുണ്ടായത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പരിഹാരമുണ്ട് നമ്മുടെ മുൻപിൽ. വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത്. അവനെ സമാധാനം ഉണ്ടാവും. 100 വയസ്സായി ഒരു സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടില്ല എങ്കിൽ, റബ്ബേ എനിക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്യണമേ എന്ന് 100-ാമത്തെ 120-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അത് മനസ്സിന് ചില ബോധ്യപ്പെടുത്തലുകളാണ്. ആ ബോധ്യപ്പെടുത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് 26-ാമത്തെ വയസ്സിൽ ഭാര്യ ഗർഭിണിയാകാതിരിക്കുമ്പോൾ അവൻ നിരാശയിലായിത്തീരും. SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുൻപേ ആത്മഹത്യ ചെയ്യും. SSLC പരീക്ഷയാണ് ജീവിതത്തിന്റെ ആദ്യവും അവസാനവും എല്ലാം 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 എന്ന തെറ്റായ ഒരു ധാരണ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചാൽ, ഡിഗ്രി എടുക്കലും PG എടുക്കലും ഡോക്ടറാവലും എഞ്ചിനീയർ ആവലുമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ, അവിടെ വരുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് മുൻപിൽ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. ഖുർആൻ പഠിപ്പിക്കുന്ന പരിഹാര മാർഗമാണ്, അന്ത്യനാളിലുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിന്റെ 20-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, യഅലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ജീവിതം എന്ന് പറയുന്നത് അത് ലഅബാണ്, അത് ലഹ്വാണ്, വിനോദമാണ്, കളിയാണ്, ചിരിയാണ്, ആസ്വാദനങ്ങളാണ്, ഭക്ഷണം കഴിക്കലാണ്, കല്യാണം കഴിക്കലാണ്, വീട് വെക്കലാണ്, ടൂറ് പോകലാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് അതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിക്കല. എൻ്റെ വരെ വലുത്, എൻ്റെ വരെ വലുത്, എൻ്റെ കാറാ പുതിയ മോഡല്, എൻ്റെ കാറാ പുതിയ മോഡല്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പരസ്പരമുള്ള പെരുമ നടിക്കൽ, മറ്റുള്ളവരെ സമ്പത്തിന്റെ വിഷയത്തിൽ മക്കളുടെ വിഷയത്തിലുമൊക്കെ ദുരഭിമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൽ, ഇങ്ങനെയുള്ളൊരു ആസ്വാദനാവസ്ഥയാണ് ദുനിയാവിനുള്ളത്. എന്നാൽ ഈ ദുനിയാവിനൊരു എക്സാമ്പിൾ പറയാല്ല തുടർന്നുകൊണ്ട്, മഴ ഇങ്ങനെ പെയ്താല് കർഷകൻ അവൻ ആശ്ചര്യപ്പെട്ടു പോകും. ഭൂമിയിൽ നിന്ന് മഴ വർഷിക്കുമ്പോൾ ആ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന ഉൽപ്പന്നങ്ങളെ കണ്ടുകൊണ്ട് കർഷകൻ അത്ഭുത സ്തബ്ധനായി ആശ്ചര്യത്തോടെ സന്തോഷത്തോടെ നോക്കി നിൽക്കും. ആ
വളരുന്ന മുഴുവൻ ചെടികളും അതിങ്ങനെ വളരും, ഉയരും, പഴുക്കും, ഉണങ്ങും, കാറ്റടിക്കും, വീഴും, അത് തുരുമ്പാകുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതാണ് ദുനിയാവെന്ന് പറയും. ജീവിതം അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, നമ്മൾ എത്ര പിഞ്ചു മക്കളെ കണ്ടിട്ടുണ്ട് പ്രസവിച്ചവർ. അവരിങ്ങനെ വളരുന്നു, അവരിങ്ങനെ വളർന്ന് ബാല്യത്തിലേക്ക്, കൗമാരത്തിലേക്ക്, യൗവനത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ നേരെ താഴേക്ക് പോകുന്നു. സൂറത്ത് ഹജ്ജിന്റെ 22-ാം അധ്യായം, സൂറത്ത് ഹജ്ജിന്റെ 5-ാമത്തെ ആയത്തിൽ ഈ മനുഷ്യന്റെ വളർച്ചയുടെ ഗ്രാഫ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പഴയ പൂർവാവസ്ഥയിലേക്ക്, എങ്ങനെ പ്രസവിച്ച കുട്ടി കിടന്നിരുന്നത് ആ കിടക്കുന്ന അതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരും. കണ്ണു കാണാതെ, ചെവി കേൾക്കാതെ, എല്ലാം അറിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയാത്തവനായി തീരുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മടങ്ങും. ദുനിയാവിലെ ജീവിതം ഇങ്ങനെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിന്റെ 20-ാമത്തെ ആയത്തിലും സൂറത്തുൽ കഹ്ഫിന്റെ 45-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നു, വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദുറുഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. ഇത് തന്നെയാ പറഞ്ഞത്. മഴ പെയ്ത് സസ്യങ്ങൾ മുളച്ച് അത് പഴുത്ത് അത് ഉണങ്ങി അത് ദ്രവിച്ചു പോകും. ഈ ഒരു സസ്യലതാദികളുടെ വളർച്ചയിലും അതിന്റെ തളർച്ചയിലും അത് കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതുപോലെ തന്നെയാകുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ്. ആഖിറമാണ്, മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും ബൽ തുഅ്സിറൂനൽ ഹയാത്ത ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ സൂറത്തുൽ അഅലയുടെ 16-17 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, ആളുകളൊക്കെ ദുനിയാവിന് മുൻഗണന നൽകുക. അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന. പക്ഷേ വല്ലാഖിറത്തു ഖൈർ, ആഖിറത്താണ്, അന്ത്യനാളിലുള്ള ആ ഒരു ജീവിതമാണ് ഖൈറായിട്ടുള്ളത്. അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്, ബാക്കിയാകുന്നത്, അവശേഷിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പരിഹാര മാർഗം അത് സ്വീകരിച്ചവൻ ഈ ദുനിയാവിലുള്ള സർവമാന പ്രശ്നങ്ങളും അവന് പ്രശ്നമല്ലാതെയായി തീരും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ദുനിയാവിൽ എന്ത് നേരിട്ടാലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത് പരീക്ഷണമാണ് എന്ന്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞതാണ്, വലനബ്ലുവകും ബിശൈഇൻ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട്. ഏതൊക്കെയാ കാര്യങ്ങൾ? ഖൗഫ്, പേടിയുണ്ടാവും, ഭയപ്പാടുണ്ടാകും. പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോ മഴ ഒരു 2 ദിവസം 3 ദിവസം നിരന്തരമായി പെയ്താൽ, വെള്ളം ഒന്നിങ്ങനെ അല്പം ഇങ്ങനെ ഉയർന്നാൽ പേടി തുടങ്ങും. ഒരു ഇടിമിന്നൽ ഉണ്ടായാൽ, തുടർച്ചയായ മരണ വാർത്തകൾ കേട്ടാൽ, ചില പൊട്ടിത്തെറികൾ, ചില ഭൂമികുലുക്കങ്ങൾ, സുനാമികൾ, വയനാട്ടിൽ നമ്മൾ കേട്ട വാർത്തകൾ, ജീവിക്കുന്ന പ്രദേശം ഒരു വാർഡും 2 വാർഡും ഒന്നിച്ച് 300, 400, 500 വീടുകൾ തകർന്നു വലിച്ചു പോവുകയാണ്. പേടിപ്പെടുത്തുന്ന ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ മുഖേന ഈ നാട്ടില് ജീവിക്കാൻ പറ്റുമോ? NRC വരുന്നു, SIR വരുന്നു. നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട്. ആരെ പേടിക്കണം? എന്തിനു പേടിക്കണം? ഭരണാധികാരികളെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പാടുണ്ടോ? വിശുദ്ധ ഖുർആൻ പരിഹാര മാർഗമാണ്. ഒരു നാട്ടിൽ അവിടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഭാഗത്തേക്ക് മാറി താമസിക്കണമെന്ന ഖുർആനിന്റെ പരിഹാര മാർഗമുണ്ട് നമ്മുടെ മുൻപിൽ. സ്വീകരിക്കേണ്ടതുണ്ട്. ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ രാജ്യം, ഇതിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഹനിക്കാൻ ആരെങ്കിലും പുറപ്പെട്ടാൽ അതിനെ തകർത്ത് തരിപ്പണമാക്കി കളയാനുള്ള സംവിധാനങ്ങൾ പടച്ചു തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുറത്തുകൂടി പ്രയാസം വരുമ്പോ മറുപുറത്തുകൂടി അതിനെ തകർക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പ്രകൃതിയുടെ സിസ്റ്റം, അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം. മനുഷ്യൻ ജീവിച്ച കാലഘട്ടങ്ങളിൽ മുഴുവൻ അത് സംഭവിച്ചു പോയിട്ടുള്ളതാണ്. അത് ആ ചരിത്രം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രമാണ്. അതുകൊണ്ട് എൻ്റെ സംസാരത്തെ ഞാൻ ചുരുക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതം പ്രശ്നങ്ങളുമായി, പ്രയാസങ്ങളുമായി, എല്ലാവിധ മാനസികമായ ഭാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന നാം
അടിസ്ഥാനപരമായി മനസ്സുകളെ ബോധ്യപ്പെടുത്തേണ്ട, നമ്മുടെ മനസ്സുകളിൽ തുടക്കത്തിലും മധ്യഭാഗത്തും ഞാൻ സൂചിപ്പിച്ച മനസ്സുകളിൽ നാം ബോധ്യപ്പെടുത്തി ഊട്ടിയുറപ്പിക്കേണ്ട ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ആ പരിഹാര മാർഗം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അന്ത്യനാളിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ബോധവും ബോധ്യവുമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് അവൻ രോഗിയായാലും അവൻ ഏത് നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചാലും അതൊന്നും ഒരു പ്രയാസമല്ലാതെ അവന് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു ബോധ്യം എവിടെ നിന്ന് കിട്ടും? അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടും. വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം, വിശുദ്ധ ഖുർആനിന്റെ 6200 ചില്ലാനം വരുന്ന വചനങ്ങൾ, ആ വചനങ്ങളുടെ 1/3 ഭാഗം പഠിപ്പിക്കുന്നത് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ്. ആ മനുഷ്യന് മരണം സംഭവിച്ചാൽ മനുഷ്യനെ റൂഹിനെ പിടിക്കുന്നത് മുതൽ അവന്റെ ബർസഖി ജീവിതം, അവന്റെ റബ്ബിന്റെ മുൻപിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന വിചാരണ, അവിടെയുള്ള ബഅസ്, ആളുകളെ ഒരുമിച്ച് കൂട്ടൽ, ആ ഒരുമിച്ച് കൂട്ടുന്ന സമയത്തുള്ള ആളുകളുടെ വ്യത്യസ്തങ്ങളായ വിലാപങ്ങൾ, പ്രതികരണങ്ങൾ, അവിടെ നടക്കുന്ന ശഫാഅത്ത്, ആ ശഫാഅത്ത് ആർക്കാണുള്ളത്, ആർക്കാണില്ലാത്തത്, ആർക്കാണ് ശഫാഅത്ത് ഫലപ്പെടുക, അവിടെയുള്ള മീസാൻ, അവിടെയുള്ള സിറാത്ത്, അവിടെയുള്ള നാറ്, അവിടെയുള്ള ജന്ന, അവിടെയുള്ള അറാഫ്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഭാഗം, ഇതിന്റെ വിശദീകരണങ്ങളായിക്കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ വശങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാര മാർഗമായ മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നത്. നമ്മൾ മടങ്ങേണ്ടതുണ്ട്. എവിടേക്ക് മടങ്ങണം? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് മടങ്ങണം. ഈ സമൂഹത്തിൽ എന്തു പ്രശ്നം എവിടെയുണ്ടോ അതിന്റെ പരിഹാര മാർഗമായി ഖുർആൻ എന്തു പറഞ്ഞുവെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് വളരെ വിനയാന്വിതമായി ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമല്ല, മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടികളായ ഈ ഭൂമിയുടെ, ആ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട്. ഭൂമി സൂര്യന്റെ ചുറ്റും ചലിക്കുന്നത് 1 സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ്. 1 സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യന് ചുറ്റും ഭൂമി തിരിയുന്നത്. വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ആ സൂര്യൻ അവിടെ നിൽക്കുകയല്ല, സൂര്യൻ ചലിക്കുകയാണ്. സൂര്യൻ അതിന്റെ കേന്ദ്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് 1 സെക്കൻഡിൽ 220 കിലോമീറ്റർ വേഗതയിലാണ്. ആരാണ് ഈ ഒരു കണക്കിന് നിശ്ചയിച്ചവൻ? ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണാധികാരികൾ? മനുഷ്യരാണ്. മനുഷ്യരിൽ ആരെങ്കിലുമാണോ? ഏതെങ്കിലും മതത്തിന്റെ മഹത്തുക്കളായ വലിയ വലിയ മഹർഷിമാരോ സന്യാസിമാരോ നബിമാരോ പ്രവാചകന്മാരോ തങ്ങന്മാരോ ആരെങ്കിലുമാണോ? ആരുമല്ല. ഇതിനെ മുഴുവൻ സൃഷ്ടിക്കുകയും അവയെ മുഴുവൻ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. ഇസ്ലാം പഠിപ്പിച്ച പേര് അല്ലാഹ് എന്നാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ സ്രഷ്ടാവിനെ ഇസ്ലാം പരിചയപ്പെടുത്തിയ നാമമാണ് അല്ലാഹ്. ആ അല്ലാഹുവിന്റെ സംസാരമാണ് ഖുർആൻ. ആ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത സൃഷ്ടി ജീവി സംവിധാനങ്ങളിൽ ഒരു കേവലം സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആശയങ്ങളുടെ സംഹിതയാണ് ഖുർആൻ. അത് മനുഷ്യർക്കുള്ളതാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല, അത് ജൂതന്മാർക്കോ ഹൈന്ദവ സഹോദരന്മാർക്കോ മാത്രമുള്ളതല്ല. മനുഷ്യർക്ക് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. ഈ ശബ്ദത്തെ കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഞാൻ വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആൻ ഒരു തവണ ഒന്ന് വായിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം എന്നുള്ളത്. കേവലം എത്രയോ പുസ്തകങ്ങൾ വായിച്ച് തള്ളിക്കൊണ്ടേയിരിക്കുന്ന ആളുകളാണ് നാം. അത് രേഖയിലൂടെ, പുസ്തകത്തിൽ നിന്നും, മൊബൈൽ ഫോണിൽ നിന്നും, പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ വായിക്കാറുണ്ട്. ജീവിതത്തിൽ ഒരു തവണ ആ വിശുദ്ധ ഖുർആനെ വായിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. മുസ്ലിം സഹോദരങ്ങളോട്
എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ ഗ്രന്ഥമാണെന്ന് അഭിമാനത്തോടു കൂടി നടക്കുകയും ആളുകളോട് ഖുർആനിലേക്ക് വരൂ, ഹദീസിലേക്ക് വരൂ എന്ന് ക്ഷണിച്ചുകൊണ്ട് നടക്കുകയും ജീവിതത്തിൽ ഒരു തവണ പോലും പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് വായിച്ചു നോക്കാൻ സമയം കണ്ടെത്താതിരിക്കുകയും തന്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിച്ചു തീർക്കുകയും ചെയ്യുന്ന പേരിൽ മുസ്ലിമായ കുറെ ആളുകളുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മാറി ചിന്തിക്കണമെന്ന് ദാ റമദാൻ അടുത്തേക്ക് വരികയാണ്. റമദാൻ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ വാർഷിക കാലമാണ്. വിശുദ്ധ ഖുർആൻ റമദാനിന്റെ 24-ന്റെ രാത്രിയിലാണ്, 25-ന്റെ തലേ രാത്രിയിലാണ് ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്. ആദ്യമായി ഇറങ്ങുന്നത്, ആദ്യ ഗഡുവ് ഇറങ്ങുന്നത്. ആ റമദാനിലേക്ക് സമീപിക്കുമ്പോൾ തീരുമാനങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ. ചുരുങ്ങിയത് ഇത്ര തവണയെങ്കിലും ഞാൻ പാരായണം ചെയ്യും, ഇത്ര ആയത്തെങ്കിലും ഞാൻ മനഃപ്പാഠമാക്കും, ഇത്ര ആശയങ്ങളെങ്കിലും പുതുതായി എൻ്റെ ജീവിതത്തിലില്ലാത്ത നന്മകൾ ഖുർആനിന്റെ ആ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിച്ച് പഠിച്ച് എൻ്റെ ജീവിതത്തിന്റെ പരിഹാര മാർഗമായി ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുമെന്ന തീരുമാനങ്ങൾ. ജീവിതത്തിൽ തിന്മകളുമായി സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുമ്പോഴും വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് വാതിലുകൾ കുറ്റിയിട്ട് വീടിന്റെ അകത്തളങ്ങളിലേക്ക് മാറുമ്പോൾ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോകുന്ന ആളുകൾ, എൻ്റെ ജീവിതത്തിൽ ഇന്ന തിന്മയുണ്ട്, അത് തിന്മയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചതാണ്, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്, ആ തിന്മയിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്ന തീരുമാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇസ്ലാമിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ. സംഘടനകളായി, വ്യത്യസ്തങ്ങളായ ചേരികളായി ആളുകൾ മാറി മാറി ഗ്രൂപ്പുകളും സംഘങ്ങളുമായി നിൽക്കുന്നുണ്ട്. എല്ലാവരോടുമായി എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന വ്യത്യസ്തങ്ങളായ സംഘടനകളുടെ വക്താക്കളായി കൊണ്ട് ജീവിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, യഥാർത്ഥ സത്യം അൽ ഹഖ് മിർ റബ്ബിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ കഹ്ഫിന്റെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, ഹഖ് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. ആ ഹഖ് ഖുർആനാകുന്നു, ആ ഹഖ് ഖുർആനാകുന്നു. ഖുർആനിനെ മുൻനിർത്തിക്കൊണ്ട് എവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്, ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ തീരുമാനമുണ്ടാക്കാൻ, ഖുർആനിനെ പരിഹാര മാർഗമായി സ്വീകരിക്കാൻ സന്നദ്ധരാവേണ്ടതുണ്ട്. എൻ്റെ സംഘടന, ആ സംഘടനയാണ് ശരി, എൻ്റെ സംഘടനാ നേതാക്കന്മാർ അവരെന്ത് തീരുമാനം എടുത്താലും അത് ശരിയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എല്ലാവരും മാറേണ്ടതുണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ ഔദ്യോഗികമായ വേദിയിലാണ്. ഈ സംഘടനയുടെ നേതാക്കന്മാരെടുക്കുന്ന, സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങളും അത് മുഴുവൻ ദീനിയാണ്, അപ്പുറവും ഇപ്പുറവും ചിന്തിക്കേണ്ടതില്ല എന്ന് ഈ സംഘടനയുടെ പ്രവർത്തകരെ, മെമ്പർമാരെ പഠിപ്പിക്കുന്നില്ല. പരിശോധിക്കണം. ഖുർആനിനോട്, ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളോട് മാറ്റുരയ്ക്കേണ്ടതുണ്ട്. പ്രശ്നപരിഹാരം അവിടെയാണ്. ഈ ഉമ്മത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ഈ ഉമ്മത്തിനകത്ത് പ്രവാചകന്റെ മുഹമ്മദ് റസൂലുള്ളയുടെ വഫാത്തിന് ശേഷം ആദ്യത്തെ പ്രശ്നമുണ്ടായി. എന്തായിരുന്നു പ്രശ്നം? മുഹമ്മദ് നബി മരിച്ചോ മരിച്ചില്ല എന്നതായിരുന്നു. പ്രവാചകൻ വഫാത്തായി തന്റെ റൂമിൽ കിടക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്റെ പ്രവാചകൻ മരിച്ചു എന്ന്. അതെ, ഏറെ സ്നേഹമുള്ള ഭാര്യ, ഏറെ സ്നേഹമുള്ള ഭർത്താവ്, ഏറെ സ്നേഹമുള്ള മക്കള്, മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോ ആ ചില മരണങ്ങളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആളുകൾക്ക്, ബോധരഹിതരായി തീരും. ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, എന്റെ പ്രവാചകൻ മരിച്ചുവെന്നാരെങ്കിലും പറഞ്ഞാൽ ആയുധമെടുത്തു, ഇതുകൊണ്ട് ഞാൻ അവനെ കൈകാര്യം ചെയ്യുമെന്നാ പറഞ്ഞത്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. പള്ളിയിൽ നിന്ന് നേരെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന തന്റെ മകൾ, പ്രവാചകന്റെ പത്നി കൂടിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ പ്രവാചകന്റെ തിരുമുഖം മൂടിയിട്ടിരുന്ന ആ പുതപ്പെടുത്തുകൊണ്ട് മാറ്റുന്നു. പ്രവാചകന്റെ തിരുനെറ്റിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിക്കുന്നു. എന്നിട്ട് ആ പുതപ്പ് കൊണ്ട് മൂടുന്നു. 3 തവണ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആവർത്തിക്കുന്നു. അവിടുന്ന് അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരുന്നു. ആകെ ബഹളമാണ് പള്ളിയിൽ. ഉമർ റളിയല്ലാഹുവിന്റെ പ്രതികരണത്തോട് പ്രതികരിക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആളുകൾ. ഇസ്ലാമിക ലോകത്ത് പ്രവാചകന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകന്റെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായത്തെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. മിമ്പറിലേക്ക് കയറി സൂറത്ത് ആലി ഇമ്രാനിന്റെ 144 വചനം ഓതിക്കൊടുത്തു. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാകുന്നു. മുഹമ്മദ് അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുൻപുള്ള ആളുകളൊക്കെ പ്രവാചകന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പ്രവാചകൻ മരിക്കുമ്പോൾ നിങ്ങൾ പിൻവാങ്ങുകയാണോ എന്നായിരുന്നു അവരോട് ചോദ്യം. ഖുർആനിലുള്ള ആയത്ത് മുൻപ് അവർ കേട്ടവരാണ്. പക്ഷേ അപ്പോൾ കേട്ടപ്പോൾ ആദ്യമായി ആയത്ത് കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നിപ്പോയി. അത്രമാത്രമുള്ള ഒരു ഹൃദയബന്ധം ആ പ്രവാചകനുമായി അവർ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പ്രശ്നത്തെ അവിടെ വെച്ചുകൊണ്ട് പരിഹരിച്ചത് വിശുദ്ധ ഖുർആനിന്റെ വചനം കൊണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിക ലോകത്ത് ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടത് ഈ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ടും ആ ഖുർആനിന്റെ വചനങ്ങളെ പ്രവാചകൻ വിശദീകരിച്ച തിരുഹദീസുകൾ കൊണ്ടുമായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ സംഘടനാ തലങ്ങളിൽ ജീവിക്കുന്ന ആളുകളോട് ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് ആ അഭിപ്രായ വ്യത്യാസത്തിൽ ശരിയുടെ വശം അത് പരിശോധിക്കാൻ ഖുർആനിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന്റെ മാനദണ്ഡമായി നിശ്ചയിച്ചുകൊണ്ട് സ്വതന്ത്രമായി റബ്ബ് തന്ന ചിന്താശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തില് ഏകദേശം 87 ലക്ഷം ജീവിവർഗങ്ങളുണ്ടെന്നാണ് സയൻസ് കണ്ടെത്തിയത്. 87 ലക്ഷം ജീവിവർഗം. അതിലൊരു ജീവിവർഗമാണ് മനുഷ്യൻ. ആ മനുഷ്യന് മാത്രം കൊടുത്തതാണ് ചിന്താശേഷി, യുക്തിബോധം എന്ന് പറയുന്നു. ശരിയെയും തെറ്റിനെയും പരസ്പരം മാറ്റുരക്കാൻ പരിശോധിക്കുവാനുള്ള ബോധം നൽകിയത്. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയെ, യുക്തിചിന്തയെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുകയും ജീവിതത്തിന്റെ സർവമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം മരണാനന്തര ജീവിതത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് എന്ന് മനസ്സുകളെ ബോധ്യപ്പെടുത്തുകയും ആ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എന്തു പഠിപ്പിച്ചുവോ ആ പഠിപ്പിച്ചത് ആഴത്തിൽ വിശാലമായി മനസ്സിലാക്കാൻ സമയം കണ്ടെത്തിക്കൊണ്ട് ഖുർആൻ വളരെ ആഴത്തിൽ പഠിച്ച് ആ ഖുർആനിന്റെ ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണോ ഖുർആൻ ഉള്ളത് അങ്ങനെ നാമായി മാറാൻ, എങ്ങനെയാണോ ഖുർആൻ ഉള്ളത് അങ്ങനെ നാമായി മാറാൻ. പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചില്ലേ, എന്താ പ്രവാചകന്റെ സ്വഭാവം? പ്രവാചകൻ കളവ് പറയില്ല, പ്രവാചകൻ മോഷ്ടിക്കില്ല, പ്രവാചകൻ വ്യഭിചരിക്കില്ല, 100 സൽഗുണങ്ങൾ എണ്ണിപ്പറയുകയാണോ ചെയ്തത്? അല്ല, ഖുലുഖുഹു അൽ ഖുർആൻ. ഒറ്റ വാചകത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവസാനിപ്പിച്ചത്. പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നുവെന്ന്. അതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം അത് ഖുർആനായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ അത് ഖുർആനായിരിക്കണം, നമ്മുടെ സ്വഭാവങ്ങൾ അത് ഖുർആനായിരിക്കണം, നമ്മുടെ ഇടപാട് മര്യാദകൾ അത് ഖുർആനായിരിക്കും. നാം പാലിക്കപ്പെടേണ്ട ബന്ധങ്ങൾ, ആ ബന്ധങ്ങളൊക്കെ വേർപിരിയുന്നതിന് മുൻപ് പൊടുന്നനെ 4 വയസ്സുള്ള കുട്ടി, 6 വയസ്സുള്ള കുട്ടിയും 12കാരൻ 14കാരൻ 4 കുട്ടികൾ ഒന്നിച്ച് പെട്ടെന്ന് അപ്രതീക്ഷിതമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകും. മാതാപിതാക്കൾ വേർപിരിഞ്ഞു പോകും, ഭാര്യ വേർപിരിഞ്ഞു പോകും, ഭർത്താവ് വേർപിരിഞ്ഞു പോകും. ആ ഒരു വേർപിരിയലിന്റെ മുൻപ് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടിടത്ത് പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ അത് ഖുർആൻ പഠിപ്പിച്ച ആ ബന്ധങ്ങളുടെ പവിത്രത അതുപോലെ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പകർത്തുകയും അത് പ്രബോധനം ചെയ്യുകയും അത് ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവ പെരുമാറ്റ മേഖലകളിലൊക്കെ വിശുദ്ധ ഖുർആൻ നിശ്ചയിച്ച പഠിപ്പിച്ച ആ പരിഹാര മാർഗങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് എന്തൊക്കെ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ ആ അബദ്ധങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അടുത്ത 19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ സമീപ സമയത്ത് അതിനു മുൻപുമൊക്കെ നമ്മുടെ അടുത്ത നാം അറിയുന്ന നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ നേതൃത്വത്തിൽ നിന്ന്, നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ വിശാലമായ മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുകയും നമ്മയും അവരെയും അവന്റെ സ്വർഗ്ഗങ്ങളിൽ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വസല്ലം
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.